ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യ അവിടെ കമ്പനിയിലേക്കും കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കണേ. ഈ സമയം ശ്യാമ അവിടെയുള്ള എല്ലാവരോടും പറയും, നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരണം, എല്ലാം ശരിയാവും, ഞാനാ പറയുന്നേ, ഉറപ്പ്. അപ്പോ അവിടെയുള്ളവരൊക്കെ ശ്യാമയെ വിശ്വാസാണെന്ന് പറയാ. എന്റെ കണ്ണിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെയാവും, ശ്യാമയാ പറയുന്നേ. അങ്ങനെ ഒരു വാക്ക് എല്ലാവർക്കും കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോ ഐശ്വര്യക്ക് ഒരു പുച്ഛ തോന്നുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിലാണ്. വർമ്മ പറയും, എന്തായാലും ഐശ്വര്യ ഇങ്ങനെ പെരുമാറുന്ന ആരും കരുതിയില്ല. ഐശ്വര്യ അവളുടെ മമ്മിയും ഓഫീസിൽ ചെന്ന് ബഹളം വെക്കുകയാണെന്ന് അവിടുന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. വസുന്ധര പറയും, ഐശ്വര്യയുടെ സ്വഭാവം ശ്യാമയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാ. എന്നിട്ടാ നമ്മൾ അവളുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച പ്രോപ്പർട്ടി അവൾ ഐശ്വര്യക്ക് എഴുതി കൊടുത്തത്, അതും നമ്മളോട് ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെ. വർമ്മ പറയും, അത് അരുണിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു പോയതാവും. വസുന്ധര പറയും, അതെ ആണ്, പക്ഷേ ശ്യാമയ്ക്ക് ഇത്രയും ബുദ്ധിയേ ഉള്ളൂ. അതും ഐശ്വര്യയുടെ സ്വഭാവം ശരിക്കറിയാവുന്ന ശ്യാമ ഈ കുടുംബത്തിനെ ആകെ പ്രശ്നത്തിലാക്കല്ലേ അവളിപ്പോ ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ വീടിപ്പോ ഐശ്വര്യയുടെ പേരിലായി. ഇനിയിപ്പോ അവള് വന്ന് നമ്മളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ അപ്പൊ ഇറങ്ങി കൊടുക്കണം, അല്ലാണ്ട് പറ്റില്ല. അപ്പോഴേക്ക് ഇത് കേട്ട് ഐശ്വര്യ അവിടെ എത്തിയിട്ടുണ്ട്. ഏയ്, അമ്മയെ അച്ഛനെയൊന്നും ഞാൻ അത്ര പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ് രണ്ടും കൂടെ വരിക. ഐശ്വര്യയുടെ മമ്മി പറയും, തൽക്കാലം ആനന്ദേട്ടൻ ആ സെറ്റിൽ നിന്നും എന്ന് എഴുന്നേറ്റേ, നല്ല ക്ഷീണം, എനിക്ക് വിശാലമായിട്ടൊന്ന് ഇരിക്കണം. ഐശ്വര്യ പറയും, ഒന്ന് എഴുന്നേൽക്കച്ചാ, എന്റെ മമ്മി പറഞ്ഞത് കേട്ടില്ലേ. വസുന്ധരാമയ്ക്ക് ദേഷ്യം വരും. അപ്പോഴേക്ക് ശ്യാമയും ആദ്യം വരിക. വസുന്ധരാമ പറയും, ഇവിടെ ഇവിടെ ആനന്ദേട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്ന് സുരഭിക്ക് എന്താ ഇത്ര നിർബന്ധം? എന്താ ഇവിടെ വേറെ സ്ഥലം കിടക്കല്ലേ? മമ്മി പറയും, അത് പിന്നെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം, അത് തന്നെ. അതെന്താന്ന് ചോദിച്ചത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും ആനന്ദേട്ടൻ എഴുന്നേറ്റ്, വസു വേണ്ട. വസുന്ധര പറയും, ആനന്ദേട്ടാ ഒന്നും മിണ്ടാതിരിക്കേ. സുരഭി പറയും, എന്റെ മോളുടെ പേരിലാ ഇപ്പൊ ഈ വീട് എന്ന് പറഞ്ഞ എന്റെ സ്വന്തം വീട്. അത് കേൾക്കുമ്പോ ശ്യാമയാണ് എല്ലാരും നോക്കുന്നത്. ശ്യാമ തല താഴ്ത്ത. സുരഭി പറയും, എന്റെ വീട്ടിലെ ഞാൻ എവിടെ ഇരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. വേണ്ടി വന്നാ വസുന്ധരച്ചയും ആനന്ദേട്ടനെയും ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞാനും എന്റെ മകളും അവിടെ കയറി കഴിയും, കാണണോ? അപ്പോഴേക്കും അമൃതയും അശ്വതിയും അങ്ങോട്ട് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ഞെട്ടിലോട് കൂടി. വസുന്ധര പറയും, ശ്യാമേ നീ പറയുന്ന എല്ലാം കേട്ടില്ലേ, ഇനി എന്താ നിനക്ക് മറുപടി പറയാനുള്ളത്? ആദ്യം പറയും, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ. ശ്യാമ കാരണം ഓഫീസിലെ ഇവർ തമ്മില് പൊരിഞ്ഞടി. വസുന്ധര ദേഷ്യത്തിൽ പറയും, സുരഭി പറഞ്ഞത് ശരിയാ, ഇതിപ്പോ അവരുടെ മോളുടെ വീടല്ലേ, മറ്റവരോടും ചോദിച്ചില്ല എന്നുള്ളത് പോട്ടെ, ഈ വീടും സ്വത്തും എല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുക്കുമ്പോ ഒരു നിമിഷം എന്നെ ആനന്ദേട്ടനെ നീ ഓർക്കാത്തതെന്താ? ഇനി ഞാനും ആനന്ദേട്ടനും എന്റെ മക്കളും ഈ സുരഭിയുടെയും ഐശ്വര്യയുടെയും ആട്ടും തുപ്പും കേട്ട് കഴിയണം അല്ലേ? കിട്ടില്ല, അതിനെന്നെ കിട്ടില്ല, ഉറപ്പായും കിട്ടില്ല. പിന്നെ വസുന്ധര ഉണ്ടാവില്ല, എല്ലാവരും ഓർത്തോ. ശ്യാമ തല താഴ്ത്തി നിൽക്ക. വസുന്ധര പറയും, ആനന്ദേട്ടൻ വന്നേ. ആനന്ദേട്ടനൊന്നും പറയണ്ടേ ശ്യാമയെ നോക്കിയിട്ട് അവിടുന്ന് പോവാണ്. ശ്യാമ ഇങ്ങനെ അപ്പോഴും തല താഴ്ത്തി നിൽക്ക. ഐശ്വര്യ പറയും, ഐശ്വര്യ തുടങ്ങിയിട്ടുള്ളൂ ശ്യാമേ, നീ നോക്കിക്കോ, വാ മമ്മി എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാ. പിന്നെ ഒന്നും പറയാതെ ആദ്യം അവിടുന്ന് പോവും. അശ്വതി ഓടി വന്നിട്ട്, ശ്യാമേ നീ എന്നെ രക്ഷിക്കാൻ എന്തിനാ ശ്യാമേ ഒപ്പിട്ട് കൊടുത്തത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അമൃതയും ഞെട്ടല് നിൽക്കണേ. ശ്യാമ പറയും, സാരമില്ല അശ്വതി ചേച്ചി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എന്നാലും ശ്യാമ അത് സാരമില്ല ചേച്ചി, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് അതിലൊന്നും വിഷമമില്ല. ശ്യാമേ അപ്പോഴും ശ്യാമ പിന്നൊന്നും പറയാൻ നിൽക്കാണ്ട് സങ്കടത്തിലാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് എല്ലാരും ഭയങ്കര വിഷമത്തിലാണല്ലോ. ശ്യാമ ഇങ്ങനെ എന്തോ ആലോചിച്ച് അവിടെ ഇരിക്കുന്ന സമയം അമൃത അടുത്തേക്ക് വരിക. ശ്യാമേ, ഇത്രയും നാളെ ശ്യാമ എന്ത് ചെയ്താലും ഞാനതിന് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ശ്യാമ നമ്മുടെ കുടുംബത്തിനും ആർക്കും ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. പക്ഷെ ശ്യാമയെ പറയാതിരിക്കാൻ പറ്റില്ല, ഇപ്പൊ ഈ ചെയ്തത് കുറച്ച് കടന്നു കൈയായി പോയി. അരുണിന്റെയും അശ്വതിയുടെയും നല്ലൊരു ജീവിതത്തിനും ശ്രീകുട്ടിയുടെ സന്തോഷവും അതിനൊക്കെയാണ് എല്ലാം ശരിയാ. പക്ഷെ ഈ വീട് ഉൾപ്പെടെ എല്ലാം ഐശ്വര്യയുടെ പേരിലാവാന്ന് പറഞ്ഞാ ആർക്കും അത് ന്യായീകരിക്കാനാവുക? നമ്മുടെയൊക്കെ കാര്യം പോട്ടെ, അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ട ഈ വീട് വെച്ചത്. ഇനിയുള്ള ജീവിതം ഈ വീട്ടില് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒപ്പം അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ അവര്. ഇനി എന്തിന്റെ പേരിലാണെങ്കിൽ തന്നെ അത് ശരിയായില്ല ശ്യാമേ. ഐശ്വര്യയുടെ സ്വഭാവം അറിയാലോ, ഇങ്ങനെയൊക്കെ ആയാലേ ഇനി അച്ഛനും അമ്മയും ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലേ. എന്തായാലും ഞാനറിയുന്ന ശ്യാമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ശരിക്കും കഷ്ടമായി പോയിന്ന് എനിക്ക് പറയാനുള്ളൂ. ശ്യാമ ഇങ്ങനെ അമൃത ഇങ്ങനെ ദയനീയായി നോക്കുക. അമൃത എടുത്തി, ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല, എങ്ങനെയെങ്കിലും അരുണേട്ടന്റെ ഡിവോഴ്സ് നടക്കട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്റെ കണ്ണിന് എപ്പോഴും എന്നോടൊപ്പം കാണും, ഒടുവിലെല്ലതും നല്ലതായത് വരും, സംശയമില്ല എന്നിങ്ങനെ പറയണേ. അമൃത ഇങ്ങനെ വീണ്ടും ശ്യാമയെ വല്ലാത്തൊരു ദയനീയ അവസ്ഥയിൽ നോക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. അവിടെ ഇപ്പൊ എല്ലാരും കോടതിയിൽ എത്തിയിരിക്കുക, ശ്യാമയും അശ്വതിയും ശ്രീകുട്ടിയും അരുണൊക്കെ. അശ്വതിക്ക് നല്ല പേടിയുണ്ട്. ശ്യാമ ടെൻഷൻ ആവണ്ട, നമ്മുടെ അഡ്വക്കേറ്റ് ഇല്ലേ കൂടെ. അരുണും പറയും, അബി ടെൻഷൻ ആവല്ലേ, എല്ലാ അഡ്വക്കേറ്റ് പറഞ്ഞു തന്നിട്ടില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ശേഷം പറയും, അരുണേട്ടൻ അശ്വതി ചേച്ചി ഒന്ന് നോക്കണേ, ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു പോവാ.
അരുണെ അശ്വതിയെ വീണ്ടും സമാധാനിപ്പിക്കാം. അങ്ങനെ ശ്യാമ വക്കീലിനെ പോയി കാണണേ. ശ്യാമ, അരുണും അശ്വതിയൊക്കെ എത്തിയോ? ആ ഉണ്ട്, അവരവിടെ ഉണ്ട് സർ. വക്കീൽ പറയും, ഞാൻ മുമ്പേ പറഞ്ഞു കേസ് പ്രതികൂലമായി വരാൻ സാധ്യതയുണ്ടെന്ന്. അശ്വതിയുടെ മൊഴി കറക്റ്റ് ആയിരിക്കണം. ശ്യാമ പറയും, അവർക്കൊരു പ്രശ്നവും വരാതെ എങ്ങനെയെങ്കിലും ഐശ്വര്യയുമായിട്ടുള്ള ഈ ഡിവോഴ്സ് ഒന്ന് ശരിയാക്കി തരണം. ഇത് കേട്ട് ഐശ്വര്യ അങ്ങോട്ട് വരിക. അതിന് ഞാൻ കൂടി സമ്മതിക്കണ്ടേ? അഡ്വക്കേറ്റ് ജോൺസൺ സാമുവലിനെ ഇന്ന് അത്ര നല്ല ദിവസം അല്ലല്ലോ. വക്കീലേക്കും അതെന്താ? ഇന്ന് കോടതിയിലെ വക്കീൽ തല ഉനിച്ചു വരുന്ന രംഗം വൈകാതെ എല്ലാവരും കാണും. കോടതിയിലെ വക്കീലിന്റെ ബുദ്ധിയും തന്ത്രമൊക്കെ ആവുന്ന രീതിയിൽ പഴറ്റിക്കോ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വക്കീലെ. എതിർപക്ഷത്ത് ഞാനാ ഐശ്വര്യ. ഇന്ന് ഡിവോഴ്സ് കിട്ടില്ലെന്ന് മാത്രമല്ല, ഒടുവിൽ വാദി പ്രതിയാവും. ശ്യാമ എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തിനാണെന്നല്ലേ പറയാം. കോടതി ഇന്ന് അരുണിനെയും അശ്വതിയെയും ജയിലിലേക്ക് അയക്കുന്നതൊന്ന് നേരിട്ട് കാണാൻ. മനസ്സിലായോ? എന്നാ ശരി വക്കീലേ, ശ്യാമയെ താമസിക്കാതെ കോടതിയിൽ കാണാട്ടോ. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടാ ഐശ്വര്യ അവിടുന്ന് പോണേ. വക്കീലും ശ്യാമയും പരസ്പരം നോക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ്. അങ്ങനെ ജഡ്ജ് ചോദിക്കും, അരുൺ ഡിവോഴ്സിന് തയ്യാറാണോ? എല്ലാരും നോക്കിയിട്ട് അരുൺ പറയും, തയ്യാറാണ്. ഐശ്വര്യക്ക് അങ്ങ് ദേഷ്യം വരും. അങ്ങനെ തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷം അരുണിനെ ഡിവോഴ്സ് പേപ്പർ കൊടുക്കുക. അതിലെ അരുൺ സൈൻ ചെയ്യുക. ശേഷം കോടതി പറയും, ഡോക്യുമെന്റ്സ് പരിശോധിച്ചതനുസരിച്ച് ഐശ്വര്യക്ക് കിട്ടാനുള്ള ജീവിതാംശം മുഴുവനും കിട്ടിക്കഴിഞ്ഞു. ഇനി ഐശ്വര്യ ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് നോക്കുമ്പോ ഐശ്വര്യ പറയും, തയ്യാറല്ല. ഇത് കേൾക്കുന്ന ആദ്യം അരുണും അശ്വതിയൊക്കെ ഞെട്ട. ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വക്കീല് പറയും, 281 പവൻ ആഭരണം കിട്ടാനുണ്ട്. എന്ത് ഫൂളിഷ്നെസ്സാ അഡ്വക്കേറ്റ് പറയുന്നത്. ആനന്ദ നിലയത്തിലെ സ്വത്തിന്റെ പകുതി കൂടാതെ 75 ലക്ഷം രൂപ ഐശ്വര്യയുടെ പേരിലായി. ഈ തുക കടമായി കൊടുത്തതായിട്ടുള്ള ഒരു രേഖയെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഐശ്വര്യക്ക് എല്ലാം കേട്ടങ്ങ് ദേഷ്യം വരികയാണ്. എനിക്ക് എന്റെ അരുണിനെ വേണം. ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അത്ര തന്നെ. ഇത് കേൾക്കുന്ന അവിടെയുള്ള എല്ലാരും ഞെട്ടുക. വക്കീല് പറയും, ഐശ്വര്യ ഒന്നും മിണ്ടാതിരിക്കേ, ഇത് കോടതിയാണേ. ഐശ്വര്യ പറയും, ഒന്നും മിണ്ടാതിരിക്കും വക്കീലെ, കോടതിയാണെന്ന് കരുതി എനിക്ക് പറയാനുള്ളത് പറയണ്ടേ. ഇത് കേൾക്കുന്ന കോടതി എന്നെ ഞെട്ടിപ്പോവാ. അങ്ങനെ ഇപ്പൊ ശ്യാമ ജയിക്കണ്ട, അശ്വതി അരുണിനോടൊപ്പം സുഖിച്ച് ജീവിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ജഡ്ജ് ഐശ്വര്യ ഇങ്ങനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്